ഹരേ കൃഷ്ണ. പുതുതായി തുടങ്ങിയ ഒരു ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ശ്രീമദ് ഭഗവത്ഗീതയെ സീരിയൽ വേഴ്സ് ബൈ വേഴ്സ് ആയി കാണുന്ന ഒരു ക്ലാസ്സുകളാണ് ഇന്നലെ തുടങ്ങിയത്. അപ്പോ ഈ ഒരു ഇന്നലെ നിങ്ങൾ ആരംഭിച്ചത് ഭഗവത്ഗീത 1-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം. നമ്മൾ അവിടെ ഒരു ചോദ്യമാണ് കണ്ടത് അല്ലെ? എന്താണ് ആ ചോദ്യം? സഞ്ജയനോട് ധൃതരാഷ്ട്രർ, അതായത് ധൃതരാഷ്ട്രർ വന്നിട്ട് എന്തായിരുന്നു? അന്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ യോഗ്യനല്ലാത്തത് കൊണ്ട് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സ്ഥലത്ത് ആർക്ക്? ഈ ധൃതരാഷ്ട്രർക്ക് പോകാൻ സാധിച്ചില്ല. തന്റെ മക്കളും തന്റെ അനുജന്റെ മക്കളും തമ്മിൽ പങ്കെടുക്കുന്ന ആ യുദ്ധത്തിനെ എവിടെ ഇരുന്ന് കാണുകയാണ് ധൃതരാഷ്ട്രർ? തന്റെ കൊട്ടാരത്തിൽ ഇരുന്ന് കാണുകയാണ്. പക്ഷെ ധൃതരാഷ്ട്രരെ അത് കാണാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? വ്യാസന്റെ ശിഷ്യനായ സഞ്ജയനാണ്. വ്യാസന്റെ ശിഷ്യനായ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ആ യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നും വിശദീകരിച്ചു കൊടുക്കുകയാണ്. കൊടുക്കുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രരുടെ ഒരു ചോദ്യമായിരുന്നു ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഏത് ചോദ്യമാണത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവഃ മാമകാ പാണ്ഡവശ്ചൈവ കിം അകുർവത സഞ്ജയഃ. അതിനെക്കുറിച്ച് ഇന്നലെ അതിചന്ദ്ര പ്രഭു, മാതാജി അതിചന്ദ്ര പ്രഭു അല്ലേ എടുത്തത് ഇന്നലത്തെ ക്ലാസ്? ആശ മാതാജി? അതിചന്ദ്ര പ്രഭു ആണ് എന്ന് തോന്നുന്നു ഇന്നലെ എടുത്തത്. അതെ, ആരാ മാതാജി? അല്ല, ആരോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തായിരുന്നു. സോറി മാജി, തുടങ്ങണം മാജി. ഇന്നലെ ആരാണ് ക്ലാസ് എടുത്തത് മാതാജി? അതിചന്ദ്ര പ്രഭു ആണോ? അല്ലോ, ശ്രീപതി പ്രഭു മാജി, ശ്രീപതി പ്രഭു. ഓക്കെ, ശ്രീപതി പ്രഭു ആണ് ക്ലാസ് എടുത്തത്. അപ്പോ ആ ഒരു ചോദ്യത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ധൃതരാഷ്ട്രരുടെ പുറമേ ഉള്ളതും അകമേ ഉള്ളതുമായ അന്ധതയെ കുറിച്ചൊക്കെ പ്രഭു പറഞ്ഞു തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് 2-ാമത്തെ ശ്ലോകമാണ് കാണാനുള്ളത്. 2-ാമത്തെ ശ്ലോകത്തിനെ നമ്മൾ പല വീക്ഷണകോണിലൂടെയാണ് കാണാൻ പോകുന്നത്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും നമ്മൾക്ക് ഒന്നും പഠിപ്പിക്കാൻ ഇല്ലാത്തതായിട്ട് ഇല്ല. എന്താണ്? ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഭഗവത്ഗീതയെ എത്ര ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മൾ അതിനകത്ത് നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ. അപ്പൊ ഇപ്പോ നമുക്ക് 2-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാതീര വനചാരി. ജമുനാതീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപി ജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ്
प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निधि नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്കാണ് ഇന്ന് പോവാനുള്ളത്. ഭഗവത്ഗീതയിലെ 2ാമത്തെ ശ്ലോകം നമുക്കൊരു റിസൈറ്റ് ചെയ്യാം. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. നമുക്കൊന്ന് വിഘടിച്ച് നോക്കാം ആ വേഴ്സിന്റെ എന്താണ് വാക്യങ്ങൾ എന്തിനെയാണ് കുറിക്കുന്നതെന്ന്. ദൃഷ്ട്വാ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച. ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ കണ്ടു. എന്ത് കണ്ടു? പാണ്ഡവാനീകം. ദുര്യോധനൻ ആരുടെ സൈന്യത്തെ കണ്ടു? പാണ്ഡവരുടെ സൈന്യത്തെ കണ്ടു. പാണ്ഡവരുടെ സൈന്യത്തിന്റെ പ്രത്യേകത എന്താണ്? വ്യൂഢം, പ്രത്യേക തരത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന സൈന്യമാണ്. എന്താണ്? സൈന്യവിന്യാസം എന്ന് നമ്മൾ പറയും. വ്യൂഢം എന്നാണ് അതിനെ സംസ്കൃതത്തിൽ പറയുക. എന്ത് സംഭവിച്ചു? ദുര്യോധനസ്തഥാ. ദുര്യോധനൻ എന്ത് സംഭവിച്ചു? നേരത്തെ ദുര്യോധനന് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. എന്റെ സൈന്യം ഇതിനേക്കാൾ വലുതാണ്, ഇതിലുള്ള മഹാരഥന്മാരെക്കാൾ വലിയ വലിയ മഹാരഥന്മാരാണ് എന്റെ സൈന്യത്തിലുള്ളത് എന്നൊക്കെ ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ ഇപ്പോ അവരുടെ സൈന്യവിന്യാസം എന്ന് പറയുന്നത് എന്താണ്? വളരെ അക്രമാസക്തവും വളരെ പ്രത്യേക തരത്തിൽ സജ്ജമാക്കിയതും അവർക്ക് എന്തുണ്ട്? വിജയപ്രതീക്ഷ ഉണ്ട് എന്നും കണ്ടതും ദുര്യോധനൻ ചിന്തിതനായപ്പോൾ എന്ത് ചെയ്തു ദുര്യോധനൻ? ആചാര്യം ഉപസംഗമ്യ. ആരുടെ അടുത്ത് ചെന്നു? ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നു. രാജാ വചനം അബ്രവീത്. എന്നിട്ട് ഇപ്രകാരം ദുര്യോധനൻ പറഞ്ഞു. ഇതാണ് ആ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ. ഇവിടെ ദുര്യോധനനെ നമ്മൾ രാജ എന്ന് വിളിക്കുന്നു, അല്ലെ? ആ രാജ എന്നതിന് 2 അർത്ഥമുണ്ട് എന്നാണ് ബലദേവ വിദ്യാഭൂഷൺ പറയുന്നത്. രാജ എന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രരെ അഭിസംബോധന ചെയ്യുന്നതും ആയിരിക്കാം, അല്ലെങ്കിൽ രാജ എന്ന് ഇവിടെ ദുര്യോധനനെ അഭിസംബോധന ചെയ്യുന്നതും ആയിരിക്കാം. പക്ഷെ ദുര്യോധനൻ രാജാവല്ലല്ലോ. അദ്ദേഹം ആരാണ്? രാജകുമാരനാണ്, യുവരാജാവുമല്ല. കാരണം കുരു രാജവംശത്തില് മൂത്ത ആളായത് കൗരവർ പാണ്ഡവർ ഇവർ രണ്ടുപേരും ചേർന്ന രാജവംശത്തിൽ മൂത്ത ആള് ആരാണ്? നമ്മുടെ പാണ്ഡവരിലെ മൂത്തവനായ യുധിഷ്ഠിരനായതുകൊണ്ട് അദ്ദേഹത്തെ ആണല്ലോ യുവരാജാവാക്കി വാഴിച്ചത്. പക്ഷേ ദുര്യോധനൻ എന്തുകൊണ്ട് ഇവിടെ രാജ എന്ന് വിളിക്കുന്നു? അവിടെ ദുര്യോധനനെ രാജ എന്ന് വിളിക്കാൻ കാരണം രാജ്യതന്ത്രത്തിൽ, രാജനീതിയിൽ നിപുണനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ രാജ എന്ന് വിളിക്കുന്നതാണ് എന്ന് ബലദേവ വിദ്യാഭൂഷൺ അദ്ദേഹത്തിന്റെ കമന്ററിയിൽ പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ ശ്ലോകം നമ്മൾ പറഞ്ഞു, അതൊരു പ്രത്യേക ചോദ്യമായിരുന്നു. എന്താണ്? ധൃതരാഷ്ട്രരുടെ ചോദ്യമാണ്. കിം അകുർവത സഞ്ജയ? എന്താണ് ചോദിച്ചത്? എന്താണ് അവരവിടെ ചെയ്തത് സഞ്ജയ? അപ്പൊ സഞ്ജയൻ മറുപടി പറയുന്നു, സൈന്യം കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ്, ധൃതരാഷ്ട്രരും സഞ്ജയനും ഹസ്തിനപുരത്തിലാണ്. അപ്പൊ യുദ്ധത്തിന് തൊട്ട് മുന്നേ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോ സഞ്ജയൻ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പൊ ദുര്യോധനനാണ് ശത്രുപക്ഷത്തെ കാണുന്നത്, അല്ലെ? ദുര്യോധനൻ ആദ്യം
കോൺസെൻട്രേഷൻ എല്ലാം സഞ്ജയൻ ഫസ്റ്റ് ദുര്യോധനിലാണ്. അതിന് എന്തിനാണ് കാരണം എന്ന് നമുക്ക് ഈ ക്ലാസിന്റെ അവസാനം പറയാം. എന്തിനാണ് ദുര്യോധനനെ കേന്ദ്രീകരിച്ച് സഞ്ജയൻ സംസാരിക്കുന്നത് എന്ന്. നിങ്ങൾ നോക്കൂ, ഒരു എന്താണ് തയ്യാറെടുപ്പ് കാണുമ്പോ രണ്ട് പക്ഷക്കാർ വന്നിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് മാച്ചിൽ അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെടാൻ പോവുകയോ എതിർപക്ഷവുമായിട്ട് മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് അവരുടെ തയ്യാറെടുപ്പുകളെ വീക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. അപ്പോ ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മാച്ച് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും കാണുന്ന ഒരു മാച്ച് എന്ന് പറയുന്നത് ക്രിക്കറ്റ് മാച്ചാണ്. ഞങ്ങളൊക്കെ പണ്ട് കണ്ടിരുന്നു. മണിക്കൂറുകളോളം ടിവിയുടെ മുന്നിൽ ഇരുന്ന് കണ്ടിരുന്നു ക്രിക്കറ്റ് മാച്ച്. അന്ന് ഞങ്ങളുടെ ഹീറോസ് എന്ന് പറയുന്നത് പിന്നെ ആരാണ്, സച്ചിൻ തെണ്ടുൽക്കറും വീരേന്ദർ സെഹ്വാഗും ഒക്കെ ആയിരുന്നു. അപ്പോ അതിനെ ആസ്പദമാക്കിയാണ് മിക്കവാറും നമ്മളൊക്കെ കളി എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നത്. ഫുട്ബോളിനെ കുറിച്ച് എനിക്ക് അറിയുകയില്ല. ഇനി നമ്മൾ നോക്കാം, ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബാറ്റ്സ്മാൻ എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ അയാളുടെ സ്റ്റാൻസ് അനുസരിച്ച് എന്ത് സംഭവിക്കും, എതിർപക്ഷത്തിലുള്ള ആ ക്യാപ്റ്റന് എന്ത് തരത്തിലുള്ള ബിഹേവിയർ ആണ് അയാളുടേന്ന് മനസ്സിലാക്കും. അയാൾ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണോ നിൽക്കുന്നത്, അതോ അയാൾ ഡിഫെൻസീവ് ആയിട്ടാണോ നിൽക്കുന്നത്, അയാൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ റൈറ്റ് ഹാൻഡഡ് ആണോ എന്നൊക്കെ ആർക്ക് മനസ്സിലാകും, എതിർചേരിയിലുള്ള ക്യാപ്റ്റന് മനസ്സിലാകും. അതിനനുസരിച്ച് ആ ക്യാപ്റ്റൻ ഫീൽഡ് സെറ്റ് ചെയ്യും, ബൗളറെ തീരുമാനിക്കും, ഇതെല്ലാം ചെയ്യും. അതേപോലെ ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദുര്യോധനൻ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ പ്രകാരം അടുത്ത ടീമിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ അടുത്ത ടീമിന്റെ ആൾക്കാർ എന്ത് ചെയ്യുകയാണ് എന്ന് നോക്കുകയാണ്. അപ്പൊ വ്യൂഢം ചമയ്ക്കുന്നു ആര്, നമ്മുടെ പാണ്ഡവരുടെ സൈന്യം. പ്രത്യേക രീതിയിൽ സൈന്യവിന്യാസം നടത്തിയത് കൊണ്ട് മറ്റ് ചേരിയിൽ, അതായത് ദുര്യോധനൻ ഇത് കാണുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകും. അപ്പൊ ദുര്യോധനന് മനസ്സിലായി അവര് ഭയങ്കര ആക്രമണാസക്തരായിട്ട് അല്ലെങ്കിൽ ഒരു വിജയപ്രതീക്ഷയോട് കൂടിയാണ് അവരവിടെ നിൽക്കുന്നത്. യുദ്ധത്തിന് മുന്നേ ഉള്ള കാര്യം അങ്ങനെ ആയിരുന്നില്ല. തലേ ദിവസം ദുര്യോധനന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. എന്ത് ആത്മവിശ്വാസമായിരുന്നു എന്നറിയാമോ? പാണ്ഡവർക്ക് യുദ്ധം പോലും ചെയ്യേണ്ടി വരൂല, അതിനു മുന്നേ എന്റെ സൈന്യം അവരെ തച്ചു തകർക്കും എന്ന് തന്നെയാണ് ആര് വിചാരിച്ചിരുന്നത്, ദുര്യോധനൻ വിചാരിച്ചിരുന്നത്. അത്രയ്ക്ക് പ്രാമാണിത്വം. കാരണം എന്താണ്, ഭീഷ്മരും ദ്രോണരും കർണനും പോലെയുള്ള മഹാരഥന്മാരൊക്കെ എന്റെ പക്ഷത്താണ്, പാണ്ഡവരുടെ പക്ഷത്ത് ആൾബലവും കുറവാണ്, ശക്തിയും കുറവാണ്. ഇതൊക്കെയായിരുന്നു ആരുടെ ചിന്ത, ദുര്യോധനന്റെ ചിന്ത. അതുകൊണ്ടാണ് ദുര്യോധനൻ തലേ ദിവസം ഒരു പരിപാടി ഒപ്പിച്ചത്. എന്ത് പരിപാടിയാണ് ഒപ്പിച്ചത്? ശകുനിക്ക് ഒരു മകനുണ്ട്, ഉലൂകൻ. ഉലൂകൻ എന്ന് പറയുന്ന ശകുനിയുടെ മകനെ എന്ത് ചെയ്തു, ദുര്യോധനൻ എങ്ങോട്ട് അയച്ചു, ഈ പാണ്ഡവരുടെ താവളത്തിലേക്ക് അയച്ചു. എന്നിട്ട് എന്തിനാണ് അയച്ചത്, നിങ്ങൾക്കറിയാം, ഈ റെസ്ലിംഗ് മാച്ച് നടക്കുന്നതിന് മുന്നേ മാച്ചിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പരസ്പരം ശരീരം കൊണ്ട് പൊരുന്നതിന് മുന്നേ വാക്കുകൾ കൊണ്ടാണ് ചീത്ത വിളിച്ച് പൊരുതുന്നത്. മറ്റുള്ളവരുടെ മാനസിക ധൈര്യം തകർക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം, ഈ വാക്കുകൾ കൊണ്ട് പൊരുതുന്നതിന്റെ ഉദ്ദേശം. നമ്മള് ക്രിക്കറ്റ് മാച്ചിലും കാണാറുണ്ട്. മഗ്രാത്ത് സച്ചിനെ ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഉലൂഖൻ പാണ്ഡവരെ കളിയാക്കാൻ തുടങ്ങുകയാണ്. ഭീമനോട് ഉലൂഖൻ പറയുന്നു, നീ വിചാരിക്കുന്നോ നീ ഭയങ്കര ശക്തിമാനാണെന്ന് വിചാരിക്കുന്നോ, നീ ശക്തിമാനാണെന്ന് വിചാരിക്കുന്ന നിന്നെ ആ വിരാടന്റെ രാജ്യത്തിലെ അടുക്കളയില് പച്ചക്കറി അരിയാൻ നിർത്തിയത് ഞങ്ങളാണ്. അതായത് ആ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരൻ വന്നിട്ട് ഞങ്ങളാണെന്ന് പറയും. അർജുനനോട് പറയുന്നത്, നീ വലിയ വില്ലാളി വീരനാണെന്നാണ് നീ വീമ്പിളക്കിക്കൊണ്ടിരുന്നത്, നിന്നെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ജീവിക്കാൻ നിർബന്ധിതരാക്കിയത് ഞങ്ങളാണ്. അങ്ങനെ പാണ്ഡവർക്ക് അനുഭവിക്കേണ്ടി വന്ന പല ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങളും വന്നിട്ട് ആര് പറഞ്ഞു, ഈ ഉലൂഖൻ അവരോട് പറഞ്ഞു. എന്നിട്ട് അവസാനം പറയുകയാണ്, ഇങ്ങനാണ് ഞങ്ങളോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സരിക്കാൻ വേണ്ടി വരുന്ന താഴേക്കിടയിലുള്ള നിങ്ങളെ അതായത് മുന്നോക്കത്തിൽ നിൽക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ശിക്ഷിക്കുന്നത്. എന്തിനാണ് പോയത്, ഈ പ്രകാരം വന്നിട്ട് എന്ത് ചെയ്യാനാണ്, അവര് ചിലപ്പോ യുദ്ധം ചെയ്യാൻ പോലും വരൂല, കാരണം അത്രയ്ക്കും ആൾബലം അവർക്കില്ല. എന്നാലും ഒരു യുദ്ധം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഉലൂഖൻ അപമാനിച്ചു, യുദ്ധത്തിന് വേണ്ടി ധൈര്യം വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പാണ്ഡവര് ദേഷ്യം കൊണ്ട് വിറച്ചു. അർജുനൻ പറഞ്ഞ്, ആണും പെണ്ണും കെട്ടവര് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ഈ പ്രകാരം വാക്കുകൊണ്ട് വീമ്പിളക്കുകയുള്ളൂ. നിനക്ക് ഇതിനുള്ള മറുപടി നാളെ രാവിലെ ഞാൻ എന്റെ ഗാണ്ഡീവം കൊണ്ട് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അർജുനൻ വിട്ടു. ദുര്യോധനൻ തലേ രാത്രി അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ദുര്യോധനൻ എന്ത് സംഭവിച്ചു,
ഇപ്പോ ആ പാണ്ഡവര് പേടിച്ചു വിറയ്ക്കും എന്നാണ് ദുര്യോധനൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നോക്കൂ, അവരുടെ സൈന്യവിന്യാസം കണ്ടപ്പോ അവർക്ക് വിജയപ്രതീക്ഷയുണ്ട്. ആക്രമണോത്സുകരായിട്ട് നിൽക്കുകയാണ് അവർ എന്ന് മനസ്സിലായി. ദുര്യോധനന് ചിന്തയായി. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ്? ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ. ചിന്തയായി കഴിഞ്ഞ ദുര്യോധനൻ എന്ത് ചെയ്യും? ആചാര്യം ഉപസംഗമ്യ. എങ്ങോട്ട് പോയി? ആചാര്യൻ ആരാണ്? എന്താണ് ആചാര്യൻ? ആചിനോ ഇതി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യതി സ്വയം ആചരത്തെ ചൈവ തസ്മാത് ആചാര്യം ഉച്യത്തെ. ഇതാണ് ആചാര്യൻ എന്ന പദത്തിന്റെ അർത്ഥം. എന്താണ്? സ്വയം ആചരത്തെ ചൈവ തസ്മാത് ആചാര്യം ഉച്യത്തെ. അതായത് നമ്മൾ ആചാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മളുടെ സ്ഥാപകാചാര്യൻ ആരാണ്? ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരെ കുറിച്ചാണ്. പ്രവർത്തിച്ച് കാണിക്കുന്നവർ. ഇവിടെ ആരാണ് ആചാര്യൻ? ടീച്ചർ. ആരാണ്? ദ്രോണാചാര്യർ. ദ്രോണാചാര്യർ ബ്രാഹ്മണനാണല്ലോ. പക്ഷെ അദ്ദേഹം അന്നത്തെ കാലത്ത് ഈ ബ്രാഹ്മണന്മാർക്ക് ബ്രാഹ്മണ സ്കിൽസും പിന്നെ വൈദിക സാഹിത്യങ്ങളും വൈദിക ഗ്രന്ഥങ്ങളും ആർച്ചറി സ്കിൽസ് പോലെയുള്ള ക്ഷത്രിയ സ്കിൽസും ഒക്കെ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു? ടീച്ചർമാരായതുകൊണ്ട് ബ്രാഹ്മണർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു, അധ്യാപകരായിരുന്നത് കൊണ്ട്. അതുകൊണ്ട് ദ്രോണർ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം അതിൽ ഭയങ്കര നിപുണനായിരുന്നു, എക്സ്പെർട്ട് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ വരികയും ചെയ്തു. ആർക്ക്? ദുര്യോധനന് വേണ്ടിയിട്ടാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. കാരണം കുരു രാജവംശമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അവരോട് നന്ദിയുള്ളത് കൊണ്ട് ദുര്യോധനന്റെ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് റെഡിയായി? ദ്രോണർ റെഡിയായി. രാജ വചനം അബ്രവീത്. ആരോട്? ഈ ദ്രോണാചാര്യന്റെ അടുത്താണ് ആര് പോകുന്നത്? രാജ. ഈ രാജ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇപ്പൊ ദുര്യോധനൻ പോകുന്നത്. എന്തിനാണ് അയാൾ ദ്രോണരുടെ അടുത്ത് പോയത്? അവിടുത്തെ നായകന്മാരെ, ലൈൻ ഓഫ് കമാൻഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 18 ദിവസമാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഇതില് ഏറ്റവും മുതിർന്ന ആൾ ആരാണ്? അവരുടെ കമാൻഡേഴ്സിൽ ഏറ്റവും മുതിർന്ന ആൾ ആരായിരുന്നു? ഭീഷ്മദേവനാണ്. പ്രായം കൊണ്ടും നൈപുണ്യം കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ മുന്നിൽ ഭീഷ്മാചാര്യരായിരുന്നു. അദ്ദേഹമായിരുന്നു ആദ്യത്തെ 10 ദിവസവും ആരെ നയിച്ചത്? ഈ പടയെ നയിച്ചത്. ഭീഷ്മാചാര്യര് 10ാമത്തെ ദിവസം വീണതിന് ശേഷമാണ് ദ്രോണാചാര്യർ വന്നിട്ട് ആ നായകത്വം വഹിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇവിടെ ദുര്യോധനൻ നേരെ ഭീഷ്മരുടെ അടുത്ത് പോകുന്നതിനെക്കാട്ടിലും ആദ്യം ചെന്ന് ദ്രോണരുടെ അടുത്ത് ചെല്ലുന്നു. എന്തായിരിക്കും അതിന് കാരണം? ആചാര്യന്മാര് പറയണത് എന്താണ്? ദുര്യോധനന് ഭീഷ്മരുടെയും ദ്രോണരുടെയും പ്രതിബദ്ധതയിൽ സംശയമുണ്ടായിരുന്നു. പ്രതിബദ്ധത എന്താണ്? അവരുടെ തന്നോടുള്ള പ്രതിബദ്ധത, ലോയൽറ്റി, വിശ്വാസ്യത. ഇതില് അദ്ദേഹത്തിന് ചെറിയ സംശയമുണ്ടായിരുന്നു. ഭയങ്കര മഹാരഥന്മാരാണ്, അതുകൊണ്ട് തനിക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്യണമെന്ന് ആർക്ക് ആഗ്രഹമുണ്ടായിരുന്നു? ദുര്യോധനന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രതിബദ്ധത കൂട്ടാൻ എന്ത് ചെയ്യണം എന്നായിരുന്നു ദുര്യോധനൻ ചിന്തിച്ചിരുന്നത്. ഭീഷ്മരെ കുറിച്ച് നമുക്കറിയാം. കുരുവംശത്തിലെ രാജസിംഹാസനത്തിൽ ആരിയ്ക്കുന്നുവോ അയാളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഭീഷ്മർ പ്രതിജ്ഞ എടുത്തിരുന്നു. അന്ന് പ്രതിജ്ഞ എടുത്തപ്പോ ഭീഷ്മർക്ക് അറിയില്ലായിരുന്നു ഈ കുരു രാജവംശത്തിലെ തന്നെ 2 പാർട്ടികൾ തമ്മിലാണ് യുദ്ധം ഉണ്ടാകാൻ പോകുന്നത്. തനിക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിയുടെ കൂടെ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ഭീഷ്മര് ചിലപ്പോൾ ചിന്തിച്ചു കാണൂല. പക്ഷെ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായിരുന്നു. അദ്ദേഹം ഒരിക്കലും തന്റെ പ്രതിജ്ഞ എന്ത് ചെയ്യുകയില്ല? മാറ്റുകയില്ല. അത് ദുര്യോധനൻ അറിയാം. എന്തായാലും ഭീഷ്മർ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുള്ള കാര്യം ആർക്കും ഉറപ്പുണ്ട്? ദുര്യോധനന് ഉറപ്പുണ്ട്. പക്ഷെ ദ്രോണാചാര്യരുടെ കാര്യം അങ്ങനല്ല. ശരിയാണ്, ദ്രോണാചാര്യർ ആദ്യം ഭയങ്കര ദരിദ്രനായിരുന്ന സമയത്ത് കുരു രാജവംശത്തിലെ ആൾക്കാരാണ് അദ്ദേഹത്തിന് അഭയം കൊടുത്തത്, അദ്ദേഹത്തിന് ധനം നൽകിയത്, ബഹുമാനം നൽകിയത്. അങ്ങനെയാണ് ദ്രോണർ അറിയപ്പെടുന്ന ഒരു ആചാര്യനായിട്ട് മാറിയത് തന്നെ. പക്ഷേ അതുകൊണ്ട് കുരു രാജവംശത്തിനോട് ദ്രോണർക്ക് ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ടെന്നുള്ളത് തന്നെ. പക്ഷേ പ്രതിജ്ഞയൊന്നും ചെയ്തിട്ടില്ല ദ്രോണാചാര്യർ. ദ്രോണാചാര്യർക്ക് ഇവർക്ക് 2 പേർക്കും പാണ്ഡവരോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഉണ്ടെന്ന് ദുര്യോധനൻ അറിയാം. അതുകൊണ്ട് ദുര്യോധനൻ ആരുടെ അടുത്ത് പോയി സംസാരിച്ചു? ദ്രോണാചാര്യരുടെ അടുത്ത് പോയി സംസാരിച്ചു. ഇനി എന്തെങ്കിലും ചെറിയ സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത സംസാരങ്ങൾ തുടങ്ങുന്നത് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ കാണും. എന്തൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത്? എന്താണ് പറയുന്നത്? കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നത് പോലെയാണ് ആര് സംസാരിക്കുന്നത്? ഇയാൾ ദുര്യോധനൻ സംസാരിക്കാൻ പോകുന്നത്. മാത്രമല്ല പണ്ട് ദ്രുപദനും
ദ്രോണാചാര്യരും തമ്മിലുള്ള ആ ഒരു ശത്രുതയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള വാക്കുകളൊക്കെ ഇനി സംസാരിക്കും. ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇത് നമുക്ക് സിമ്പിൾ ശ്ലോകം അല്ലേ? എന്താണ് കാണുന്നത്? ദൃഷ്ട്വാതു പാണ്ഡവാനേകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യം ഉപസംഗമ്യ രാജാവചനം അബ്രവി. ഇതിനകത്ത് നമുക്ക് എന്ത് ഇത്ര പഠിക്കാനിരിക്കുന്നതെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ പല വീക്ഷണകോണിൽ നിന്നും ഭഗവത്ഗീതയെ എത്ര 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 ആഴത്തിൽ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് നമ്മളുടെ ആ ഓരോരോ ശ്ലോകങ്ങളും വന്നിട്ട് നമ്മൾ കൂടുതൽ അർത്ഥവത്തായിട്ട് ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകം ദുര്യോധനന്റെ, നമ്മൾ എങ്ങനെയാണ് ദുര്യോധനന്റെ പെർസ്പെക്റ്റീവ്, അതായത് ദുര്യോധനന്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണെന്നാണ് കാണുന്നത്. ദുര്യോധനന്റെ വാക്കുകളാണ് അയാളുടെ രാജനീതിയെ വന്നിട്ട് കാണിക്കുന്നത്. ദുര്യോധനൻ പുറമെ ഭയങ്കര സൗന്ദര്യമുള്ളവനായിരിക്കും, നല്ല ഡ്രസ്സിങ്ങും ഭയങ്കര പ്രസന്നമായിട്ട് നടക്കുന്നവനുമായിരിക്കാം. പക്ഷെ വാ തുറന്നു കഴിയുമ്പോ എന്ത് സംഭവിക്കും? വാ തുറന്നു കഴിയുമ്പോ അയാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് മനസ്സിലാക്കും. നമ്മളും ഇതുപോലെ എന്താണ് സംഭവിക്കുക? വാ തുറന്നു കഴിയുമ്പോ എത്രയധികം നന്നായിട്ട് ഡ്രസ്സ് ധരിച്ചാലും നല്ല തിലകവും ചന്ദനക്കുറിയും ഒക്കെ ഇട്ട് നടന്നാലും വായ തുറന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് എന്താണ് നമ്മളുടെ മെച്യൂരിറ്റി അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഹൃദയത്തിലുള്ളത് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദുര്യോധനനും ഇതുപോലെ തന്നെയാണ്. വായ തുറന്നു കഴിഞ്ഞപ്പോഴാണ് അയാളുടെ കുബുദ്ധിയും രാജനീതിയും പൊളിറ്റിക്കൽ മാനുവറിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയും അതായത് ദുര്യോധനൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഭഗവത്ഗീതയിൽ 3 മുതൽ 11 വരെയുള്ള ശ്ലോകത്തിൽ ദുര്യോധനൻ വീണ്ടും സംസാരിക്കുമ്പോഴാണ് ദുര്യോധനന്റെ ഈ പൊളിറ്റിക്കൽ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. എത്രമാത്രം പൊളിറ്റിക്കലി അല്ലെങ്കിൽ രാജ്യതന്ത്രത്തിൽ നിപുണനാണെന്ന് അയാൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഈ ശ്ലോകത്തിനുണ്ട്. സഞ്ജയനോട് ധൃതരാഷ്ട്രർ ഒരു ചോദ്യം ചോദിച്ചു ഇതിനു മുമ്പ്, ഇല്ലേ? എന്താണ് ചോദിച്ചത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവശ്ചൈവ കിം അകുർവത സഞ്ജയ. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? അവിടെ എന്ത് സംഭവിച്ചു? എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്? അവിടെ എന്ത് സംഭവിച്ചു? സഞ്ജയനോട് ചോദിക്കുകയാണ് ധൃതരാഷ്ട്രർ. ചോദ്യങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഓപ്പൺ ക്വസ്റ്റ്യൻ, 2 ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ. ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ, ക്ലോസ് എൻഡ് ക്വസ്റ്റ്യൻ. ഒരു ഉദാഹരണത്തിന് എന്നോട് അല്ലെങ്കിൽ എന്റെ സുഹൃത്തിനോട് ഞാൻ പോയി ചോദിക്കുകയാണ്, നീ ഇന്നലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മാച്ച് കണ്ടോ? ആ മാച്ചിൽ എന്ത് സംഭവിച്ചു എന്ന്, ക്രിക്കറ്റ് മാച്ചിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചോദിക്കുമ്പോ അയാൾക്ക് 2 തരത്തിൽ ഉത്തരം പറയാം. ഒന്ന്, അതൊരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട്, അതായത് ഒരു ഒരു പ്രത്യേക തരം ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട് 2 പോസിബിലിറ്റി ആണ്. ഇന്ത്യ ജയിച്ചു, പാകിസ്ഥാൻ ജയിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി, ആരാണോ ജയിച്ചത് അതിന് സ്പെസിഫിക് ഒറ്റ വാക്കിൽ ഉത്തരം പറയും. സ്പെസിഫിക് ക്വസ്റ്റ്യന് സ്പെസിഫിക് ആൻസർ. പക്ഷേ അതിനൊരു ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ആ ചോദ്യത്തിനെ ഒരു തുറന്ന ചോദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ചോദ്യത്തിന് വേറൊരു ഉത്തരം പറയാം. അത് ചോദിക്കുന്ന ആളുടെ ഇന്റന്റ്, കണ്ടന്റ്, കോൺഷ്യസ്നെസ്, 3 കാര്യങ്ങളാണ്. ഇന്റന്റ് ഉദ്ദേശം, കണ്ടന്റ് ഉള്ളടക്കം, കോൺഷ്യസ്നെസ് അവബോധം. അയാളുടെ ഇന്റന്റ്, കണ്ടന്റ്, കോൺഷ്യസ്നെസ് ഇതിനനുസരിച്ച് മറ്റേയാൾ, അതായത് ഉത്തരം പറയുന്നയാൾ ചിന്തിക്കും, എന്താണ് ഇയാൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചോദ്യം ചോദിച്ചതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അയാളോട് അത്രയ്ക്കും അടുത്ത ആളാണെങ്കിൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ചെന്ന എന്റെ ഫ്രണ്ട്, ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനായിട്ടുള്ള എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇന്നലത്തെ മാച്ച് കണ്ടായിരുന്നോ? ഇന്നലത്തെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചോദിക്കുമ്പോ എന്റെ കൂട്ടുകാരന് മനസ്സിലാകും ഞാന് അതിന്റെ അകത്ത് ആരെക്കുറിച്ച് കേൾക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്ന്. സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ചോ ഇല്ലയോ, ഇതാണ് എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അത്രനാളും എന്നോടുള്ള പരിചയം കൊണ്ട് അയാൾക്ക് മനസ്സിലാകും. അപ്പൊ അയാൾ എന്ത് പറയും? നീ അറിഞ്ഞില്ലേ, 99 റണ്ണിൽ വെച്ച് ഔട്ടായിപ്പോയി, എന്ത് മാച്ചായിരുന്നു എന്നറിയാമോ, ഈ ഓരോ ബോളിലും സച്ചിൻ ഇങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് വലിയ കമന്ററി തന്നെ പറഞ്ഞു തരും. ഓവർ ബൈ ഓവർ, ബോൾ ബൈ ബോൾ കമന്ററി ഒക്കെ അങ്ങ് അടിച്ചിറക്കി തരും നമുക്ക്. അതായത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാമായിരുന്നത്, നമ്മൾക്ക് വേണ്ടി
നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഇംഗിതത്തിനനുസരിച്ച് എന്താണോ നമ്മൾക്ക് വേണ്ടത് ആ ആൻസർ നമ്മൾ കിട്ടുമ്പോൾ അയാൾ പറഞ്ഞു തരുമ്പോൾ എന്താകും, നമ്മൾക്ക് സംതൃപ്തനാകും. അപ്പോ ഈ പിന്നെ എന്താണ് ചോദ്യവും ഈ പ്രകാരം നമുക്ക് എടുക്കാം. ആരുടെ ചോദ്യം? ഇദ്ദേഹത്തിന്റെ ചോദ്യം, ധൃതരാഷ്ട്രരുടെ ചോദ്യം. കിം അകുർവത സഞ്ജയ? സഞ്ജയൻ ചിന്തിക്കുന്നു, ധൃതരാഷ്ട്രർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭഗവത്ഗീത സോറി കുരുക്ഷേത്ര യുദ്ധഭൂമി എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥലമാണ്. അതിന്റെ അകത്ത് പാണ്ഡവരുടെ സൈന്യവുമുണ്ട്, ആരുടെ സൈന്യവുമുണ്ട്? കൗരവരുടെ സൈന്യവുമുണ്ട്. ഈ പാണ്ഡവരുടെ സൈന്യത്തിലും കൗരവരുടെ സൈന്യത്തിലും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. അവിടെ ഭീഷ്മരും ദ്രോണരും കർണനും, അല്ല കർണനില്ല അവിടെ ഇപ്പോ, ഭീഷ്മരും ദ്രോണരും മറ്റ് ആൾക്കാരും ജയദ്രഥനും അവരും ഇവരും എല്ലാം ചേർന്നിട്ട് എന്തൊക്കെയോ പദ്ധതികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ വന്നിട്ട് അർജുനനും ധൃതരാഷ്ട്രരും ദൃഷ്ടദ്യുമ്നനും എല്ലാം ചേർന്നിട്ട് വേറെ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നടക്കുന്നുണ്ട്. സഞ്ജയൻ അവിടെ ഇരുന്നിട്ട് ഇതെല്ലാം കാണാം. സഞ്ജയൻ എന്തിനെയാണ് കേന്ദ്രീകരിക്കുന്നത്? ദുര്യോധനെയാണ് കേന്ദ്രീകരിച്ചത്. എന്താണ് കാരണം? ധൃതരാഷ്ട്രരുടെ അവബോധം എന്താണ്? ധൃതരാഷ്ട്രർക്ക് എന്താണ് ധൃതരാഷ്ട്ര ചോദിച്ചത്? ഇതൊരു ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ആണ്. കിം അകുർവത സഞ്ജയ? സഞ്ജയ അവിടെ എന്താണ് നടന്നത്? അപ്പൊ ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിനെ സഞ്ജയൻ എങ്ങനെ വീക്ഷിച്ചു? അതിന്റെ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് ധൃതരാഷ്ട്രർക്ക് ആ ചോദ്യം ചോദിച്ചതിലൂടെ ധൃതരാഷ്ട്രർക്കുള്ള ആങ്സൈറ്റി ആണ് കാണിക്കുന്നത്. അതായത് ഉത്കണ്ഠ. എന്ത് ഉത്കണ്ഠ? ധൃതരാഷ്ട്രരുടെ ഇന്റൻഷൻ, ഉദ്ദേശം എന്താണ്? അയാളുടെ അവബോധം എന്താണ്? കോൺഷ്യസ്നെസ് എന്താണ്? കണ്ടന്റ്, ഇന്റന്റ്, കോൺഷ്യസ്നെസ് എന്താണ്? അയാൾക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്? സ്വന്തം പുത്രനായ, മൂത്ത പുത്രനായ ദുര്യോധനൻ. എന്താണ്? ദുര്യോധനൻ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് കുറച്ചു നാളായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ധൃതരാഷ്ട്രർ ചെയ്തുകൊണ്ടിരുന്നു. അത്രയും തെറ്റുകളൊക്കെ ചെയ്തിട്ടും ഒരക്ഷരം പറയാതെ ധൃതരാഷ്ട്രർ അതിനെല്ലാം കൂട്ടുനിന്നത് അയാൾക്ക് ഒരേ ഒരു കാര്യമായിരുന്നു, ദുര്യോധനനോടുള്ള അറ്റാച്ച്മെന്റ്. ആ അറ്റാച്ച്മെന്റ് കൊണ്ടാണ് ഇത്രയധികം അട്രോസിറ്റീസ് ദുര്യോധനൻ കാണിച്ചിട്ടും ഒരക്ഷരം പോലും പറയാതെ ധൃതരാഷ്ട്രർ എന്ത് ചെയ്തത്? അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇതെല്ലാം തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് വിതുരരും മറ്റു ആൾക്കാരും എല്ലാം ധൃതരാഷ്ട്രരോട് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഇതെല്ലാം കറക്റ്റ് ആണ്, തെറ്റാണ് ദുര്യോധനൻ ചെയ്യുന്നതൊക്കെ. പക്ഷെ ആര് പറഞ്ഞാലും ധൃതരാഷ്ട്ര ചെവിക്കൊള്ളൂല. കാരണം എന്താണ്? പുറമേ അന്ധനാണ്, അകമേയും കണ്ണടച്ചു വെച്ചേക്കുവാണ്. കാരണം നല്ല ഉപദേശമൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും ഒന്നും എനിക്ക് അകക്കണ്ണും ഇല്ല പുറക്കണ്ണും ഇല്ല എന്നാണ് ധൃതരാഷ്ട്രരുടെ പിന്നെ സ്വഭാവം. കാരണം എന്താണ്? അറ്റാച്ച്മെന്റ്. ആ ഭൗതികമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, പുത്രനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം സഞ്ജയൻ അറിയാം. സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ സന്തത സഹചാരിയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ധൃതരാഷ്ട്രയുടെ മന്ത്രിയും ധൃതരാഷ്ട്ര ഉപദേഷ്ടാവും സന്തത സഹചാരിയും ഒക്കെയാണ് സഞ്ജയൻ. അപ്പൊ സഞ്ജയൻ എന്ത് പറയുന്നു? സഞ്ജയന് മനസ്സിലായി അത്രയധികം ആൾക്കാർ അവിടെ ആരുണ്ട്? അവിടെ ഭീഷ്മരും ദ്രോണരും പിന്നെ ജയദ്രഥനും ഉൾപ്പെടെയുള്ള വലിയ മഹാരഥന്മാർ ഇപ്പുറത്തും ഉണ്ട്. അവിടെ പാണ്ഡവരും പിന്നെ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന്റെ കണ്ടന്റ് ആസക്തി അല്ലെങ്കിൽ ഉത്കണ്ഠയാണ്. എന്തിനെ കുറിച്ച്? ഇന്റൻഷൻ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ദുര്യോധനനിലാണ്. ദുര്യോധനനെ ജയിക്കുമോ തോക്കുമോ എന്ന് അറിയണം. ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ ആ ഒരു ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി ആരില് പ്രവർത്തിക്കും എന്ന് ആർക്കറിയണം? ധൃതരാഷ്ട്രർക്ക് അറിയണം. അതുകൊണ്ട് സഞ്ജയന്റെ ക്യാമറ എങ്ങോട്ട് തിരിഞ്ഞു? നേരെ ദുര്യോധനന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ആദ്യം സഞ്ജയൻ മനസ്സിലാക്കി ധൃതരാഷ്ട്രർക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് തന്റെ പുത്രൻ ദുര്യോധനനെ കുറിച്ചാണ്. അതുകൊണ്ട് ആദ്യം ഭഗവത്ഗീത തുടങ്ങുന്നതേ ദുര്യോധനന്റെ ഭഗവത്ഗീത വേണമെങ്കിൽ ഭഗവാന്റെ അടുത്തുനിന്ന് തുടങ്ങാമായിരുന്നു. തഥാ സ്വേദൈർഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. 14ാമത്തെ ശ്ലോകത്തിലാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഹീറോ. ആരാണ് ഭഗവത്ഗീതയുടെ ഹീറോ? നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഒരു പാർത്ഥസാരഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേണമെങ്കിൽ പറയാമായിരുന്നു. ആർക്ക്? ഈ ദുര്യോധനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതിന് മുന്നേ ഭഗവാനെ കുറിച്ച് പറയാമായിരുന്നു. പക്ഷെ ധൃതരാഷ്ട്രർക്ക് കേൾക്കാൻ താല്പര്യം ആരെ കുറിച്ചാണ്? ദുര്യോധനനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സഞ്ജയൻ നേരെ ക്യാമറ ദുര്യോധനന്റെ അടുത്തേക്ക് തിരിച്ചതും അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതും. ആൾക്കാർക്ക് ഉത്തരം കൊടുക്കുന്നത്
ഈ 3 കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം എന്ന് സാധാരണ പറയാറുണ്ട്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്ന്, ചോദ്യം ചോദിക്കുന്ന ആളുടെ ചോദ്യത്തിന്റെ കണ്ടന്റ്. 2, ചോദ്യം ചോദിക്കുന്ന ആളുടെ ഇന്റന്റ്. കണ്ടന്റ് എന്ന് പറഞ്ഞ ഉള്ളടക്കം, ഇന്റന്റ് എന്ന് പറഞ്ഞ ഉദ്ദേശ്യം. 3, ചോദ്യം ചോദിക്കുന്ന ആളുടെ കോൺഷ്യസ്നെസ്, അയാളുടെ അവബോധം, അയാളുടെ ലെവൽ, അയാൾക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റും. നമ്മളും ഈ പ്രകാരം ആരെങ്കിലും നമ്മളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളെയും ചിന്തിച്ച് അയാൾക്ക് സംതൃപ്തി വരുന്ന തരത്തിലുള്ള ഉത്തരം നൽകി സംതൃപ്തി മീൻസ് ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കൊടുക്കണം. അയാൾക്ക് എത്രത്തോളം ഗ്രഹിക്കാൻ കഴിയും, അയാൾക്ക് എത്രത്തോളം ഈ ചിന്തിക്കാൻ കഴിയും എന്നതിനെ ആലോചിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന ആള് സാറ്റിസ്ഫൈഡ് ആകും, നമ്മളും സാറ്റിസ്ഫൈഡ് ആകും. അല്ലെങ്കിൽ അയാൾ അവിടെ തന്നെ നിൽക്കും. എന്ത്? ചോദ്യം ചോദിക്കുന്ന ആൾക്ക് നമുക്ക് തോന്നുന്ന വിധത്തിൽ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അവിടെ തന്നെ നിൽക്കും. ഇനി ഈ ഒരു ശ്ലോകത്തിൽ നിന്നും വേറൊരു വീക്ഷണകോണാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതെന്താണ്? ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വീക്ഷണകോണാണ്. എന്താണ് ഈ ശ്ലോകം? രണ്ടുപേരെ എങ്ങനെയാണ് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ കാണും. ഇതിൽ ആദ്യത്തെ ആളാരാണ്? ഒന്ന്, പ്രതിബന്ധങ്ങൾ വന്നപ്പോ ആദ്യമായിട്ട് ആരെയാണ് നമ്മൾ കാണുന്നത്? ഇവിടെ ഈ യുദ്ധഭൂമിയില് ദുര്യോധനനെയാണ് കാണുന്നത്. ദുര്യോധനന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദുര്യോധനൻ എത്ര അധികം തിരിച്ചടി വന്നിട്ടും ദുര്യോധനൻ പഠിച്ചില്ല. ദുര്യോധനൻ ചെയ്ത എന്തെങ്കിലും കാര്യം സഫലമായിട്ടുണ്ടോ? പാണ്ഡവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം ശ്രമിച്ചു, എത്രയോ തവണ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് താൽക്കാലികമായിട്ട് അതിൽ സഫലമായെങ്കിലും വീണ്ടും വീണ്ടും അയാൾ പരാജയപ്പെടുകയായിരുന്നു. നമ്മളൊക്കെ 2-3 പ്രാവശ്യം തെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും മതി, ഇനി ചെയ്യണ്ട, മടുത്ത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ദുര്യോധനൻ അങ്ങനെ വിചാരിച്ചു. ദുര്യോധനൻ എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കാതിരുന്നത്? എന്തായിരുന്നു ദുര്യോധനന്റെ ഈവിൾ അല്ലെങ്കിൽ ആ ദുസ്വഭാവത്തിന്റെ പ്രത്യേകത? ദുര്യോധനന്റെ ദുസ്വഭാവം 2 കാരണം കൊണ്ടാണ് ഉണ്ടായത്. ഒന്ന്, അയാളുടെ ദുഷ്ട സംസർഗം. ആരായിരുന്നു കൂട്ടുകാരൻ? ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അയാളുടെ അമ്മാവൻ ശകുനി. ശകുനിയുടെ കുബുദ്ധി കൊണ്ട് എത്ര നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാമോ എപ്പോഴും അയാളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു ശകുനി, അല്ലെ? ആ ദുഷ്ട സംസർഗം മാറ്റിയില്ല എന്നുള്ളതാണ് ദുര്യോധനന്റെ ഒരു പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം അസൂയ. എന്തായിരുന്നു? പാണ്ഡവര് പറഞ്ഞു, നിനക്ക് ഈ കുരു രാജവംശത്തിന്റെ അധീനതയിൽ കിടക്കുന്ന രാജ്യത്തിന്റെ ഏറ്റവും മികച്ച പകുതി തരാം എന്ന് പറഞ്ഞിട്ടും ഉള്ളിൽ അസൂയ വളർത്തി കൊണ്ടുപോയത് കൊണ്ട് ദുര്യോധനൻ അത് മൈൻഡ് ചെയ്തില്ല. നല്ലത് തരാമെന്ന് പറഞ്ഞിട്ടും അത് അസൂയ കാരണം എന്ത് ചെയ്തില്ല? അതിനെ അക്സെപ്റ്റ് ചെയ്തില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ദുര്യോധനൻ എന്ത് ചെയ്തത്? ഈവിൾ മൈൻഡഡ് ആയി പോയത്. ഒന്ന് ദുഷ്ട സംസർഗം, 2 അസൂയ. അപ്പൊ ഈ ശ്ലോകത്തില് ദുര്യോധനന്റെ ഈവിൾനെസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രകാരം ദുഷ്ട സംസർഗം, അസൂയ ഇതൊക്കെ എങ്ങനെ ഒരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കണം. ഇനി 2, ഈ ദുര്യോധനൻ എന്ത് ചെയ്തു? ഭയങ്കര ആത്മവിശ്വാസത്തോടു കൂടി മുന്നിൽ പോയി നിന്നു. എന്നിട്ട് വ്യൂഢം കണ്ടു, ചിന്തിതനായി. എന്ത് ചെയ്തു? അവിടെ എത്ര പേരുണ്ടായിരുന്നു? അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, മഹാരഥന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കൃഷ്ണനും ഉണ്ടായിരുന്നു. ദുര്യോധനൻ ചെന്നിട്ട് ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. അവരുടെ ഭാഗത്ത് നമ്മളുടെ ഭാഗത്ത് ഇന്ന ആൾക്കാരുണ്ട്, ഇന്ന ആൾക്കാരുണ്ട്, ഇന്ന ആൾക്കാരുണ്ട്. അവിടെ ഭീമനുണ്ട്, ദ്രുപദനുണ്ട്, ദൃഷ്ടദ്യുമ്നനുണ്ട്, അവരുണ്ട്, ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കൃഷ്ണന്റെ പേര് ഒരിക്കലെങ്കിലും പറഞ്ഞു? ദുര്യോധനൻ കൃഷ്ണനെ കൺസിഡർ ചെയ്തതേയില്ല. എന്താണ്? അവിടെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രസന്റ് ആയിരുന്നു എന്ന് ദുര്യോധനൻ വിചാരിച്ചതേയില്ല. കാരണം കൃഷ്ണൻ ആയുധം എടുത്തില്ലല്ലോ. കൃഷ്ണൻ ആയുധം എടുക്കാതെ എന്ത് പ്രയോജനം? കൃഷ്ണനെ കൊണ്ട് എന്ത് ഗുണം എന്നാണ് ദുര്യോധനൻ ചിന്തിച്ചത്. അതായത് എത്തിസ്റ്റിക് ആൾക്കാര് ഈശ്വരനെ നിരാകരിക്കുന്നത് പോലെയാണ് ദുര്യോധനൻ കൃഷ്ണനെ നിരാകരിച്ചത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ദുര്യോധനന്റെ വീഴ്ചയില് ആയുധം എടുത്തില്ല എങ്കിൽ കൂടി ഭഗവാന് വളരെ വലിയൊരു റോളായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അവസാനം ദുര്യോധനൻ വീഴുകയും ചെയ്തു.
ഇനി പ്രതിബന്ധം വന്നപ്പോ അങ്ങേരെന്താണ് ചെയ്തത്? ദുര്യോധനൻ പ്രതിബന്ധം വന്നപ്പോ ദുര്യോധനൻ എന്ത് ചെയ്തു? ഓടിപ്പോയി തന്റെ രാജ്യതന്ത്ര പൊളിറ്റിക്കൽ മാനുവർ ഇതാണ് ചെയ്തത്. എന്നിട്ട് താൻ വന്നിട്ട് അതിനെ മാനുവർ ചെയ്തിട്ട് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുമോ എന്ന് ഒക്കെ, അതായത് ഈ ദ്രോണരെയും ഭീഷ്മരെയും ഒക്കെ ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട് പാണ്ഡവർക്കെതിരെ ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ശക്തിയെ കുറച്ചും കൂടി ഒന്ന് ആളിക്കത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ സ്വയമേ എന്ത് ചെയ്തു? പരീക്ഷിച്ചു നോക്കി. പക്ഷെ ഒന്നും ഫലിച്ചില്ല. ഇതാണ് ആദ്യത്തെ ആൾ. വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജ വചനം അബ്രവീത്. ഇനി രണ്ടാമത്തെ ആളെ കുറിച്ചും പറയുന്നുണ്ട് അവിടെ. ഇനി ഒരാൾ യുദ്ധനിരീക്ഷണം നടത്തിയ, ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് യുദ്ധനിരീക്ഷണം എന്നാണല്ലോ. ഇതിൽ രണ്ടാമത്തെ ആൾ ആരാണ് യുദ്ധനിരീക്ഷണം നടത്തിയത്? രണ്ടാമത്തെ ആളുടെ പേര് നമുക്കറിയാം, അർജുനൻ. എന്താണ്? കൃഷ്ണ, ഈ രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുപോയി എന്റെ രഥം നിർത്തൂ. ആരാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉത്സുകരായിട്ട് വന്നിരിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യെസ് യുവർ ഓണർ, യെസ് ബോസ് എന്ന് പറഞ്ഞിട്ട് പാർത്ഥസാരഥി രഥത്തിനെ കൊണ്ടുവന്ന് നേരെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തി. അർജുനനും കണ്ടു. വ്യൂഢം. ആരുടെ വ്യൂഢം? ഓപ്പോസിറ്റ് ആൾക്കാരുടെ വ്യൂഢം. പക്ഷെ അർജുനനും വിഷമിച്ചു, ചിന്തിതനായി. അർജുനൻ എന്തിനു ചിന്തിതനായി? താൻ ജയിക്കുമോ തോൽക്കുമോ എന്ന് വിചാരിച്ചിട്ടല്ല അർജുനന്റെ ചിന്ത. അർജുനന് കമ്പാഷൻ കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. അതായത് സ്വാഭാവികമായിട്ടുള്ള ഭയമായിരുന്നു ദുര്യോധനനെങ്കിൽ ഇവിടെ അർജുനന് സ്വാഭാവികമായിട്ടുള്ള ആചാര്യന്മാരോടും മറ്റ് മുതിർന്നവരോടുമുള്ള ബഹുമാനവും പിന്നെ എന്താണ്? കാരുണ്യവും കൊണ്ടാണ്. അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ അത്രയും ജനങ്ങൾ മരിക്കേണ്ടി വരുമല്ലോ എന്ന തോന്നലും കൊണ്ടാണ് അർജുനൻ വന്നിട്ട് വിഷമിച്ചത്. എന്നിട്ട് അർജുനൻ എന്ത് ചെയ്തു? ആദ്യമൊക്കെ അർജുനൻ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താദ് ത്വച്ചൈവ പരിദഹ്യതേ, കൃഷ്ണ ഞാന് പിന്നെ യുദ്ധം ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കുത്തിയിരുന്നെങ്കിലും പിന്നെ എന്താണ്? എനിക്ക് കാർപ്പണ്യദോഷോ അപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢ ചേത യശ്രേയസ്താൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് എവിടോട്ട് പോയി? നേരെ ഭഗവാന്റെ കാൽക്കലേക്ക് പോയി. ഭഗവാന്റെ കാൽക്കലേക്ക് പോയിട്ട് എന്ത് സംഭവിച്ചു? അർജുനന് ഗീതോപദേശം കൊടുത്തു ഭഗവാൻ. എന്ത് സംഭവിച്ചു? ഗീതോപദേശത്തിന് ശേഷം അർജുനൻ വന്നിട്ട് കർത്തവ്യനിരതനായി തീർന്നു. അർജുനൻ ഒന്നും ചെയ്യാതെ കുത്തിയിരിക്കുമായിരുന്നില്ല. ആദ്യം അങ്ങനെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം എന്താണ്? നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ്വാ ത്വത്പ്രസാദാത് മയാ അച്യുത. എന്താണ് അവസാനം പറഞ്ഞത്? കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞിട്ട് അർജുനൻ എന്ത് ചെയ്തു? എണീറ്റ് നിന്ന് കർത്തവ്യനിരതനായി. അവസാനം യത്ര യോഗേശ്വരോ കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോർ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ നിശ്ചയമായും വിജയിയാകുമെന്ന്. അൾട്ടിമേറ്റ്ലി സക്സസ് ആർക്കാണ് ഉണ്ടായത്? അർജുനനാണ് ഉണ്ടായത്. രണ്ടുപേരും എന്തിനെ നേരിട്ടു? വിഷമസ്ഥിതിയെ നേരിട്ടു. ദുര്യോധനൻ വിഷമസ്ഥിതിയെ നേരിട്ടത് സ്വന്തം കഴിവുകൾ കൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? നേരിടാൻ ശ്രമിച്ചു. പക്ഷെ അർജുനൻ സ്വതവേയുള്ള ഭക്തിയും സ്വതവേയുള്ള ആസ്തികതയും കൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് ശരണം പ്രാപിച്ചു. തന്റെ കഴിവിൽ വിശ്വാസമില്ലാതിരുന്നിട്ടല്ല. എന്താണ്? ആ കഴിവിനെ എങ്ങനെ ഭഗവാന്റെ ധർമ്മത്തിന് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ആഗ്രഹമായിരുന്നുവല്ലോ, അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് ആര് ചിന്തിച്ചു? അർജുനൻ ചിന്തിച്ചു. അവസാനം അർജുനൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാതെ ഇരുന്നില്ല. അർജുനന്റെ താല്പര്യം യുദ്ധം ചെയ്യണ്ട എന്നായിരുന്നുവെങ്കിലും ഭഗവാന്റെ ഉപദേശം കേട്ടുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു? യുദ്ധം ചെയ്യുകയും വിജയിയാവുകയും ചെയ്തു. അവസാനമായിട്ട് നമുക്ക് ടേക്ക് ഹോം മെസ്സേജ് എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നാസ്തികർ എന്ത് ചെയ്യും? ഭഗവാന് മറക്കും. അവർക്ക് പ്രത്യേകിച്ച് ഭഗവാനിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഭഗവാനെ മറന്നിട്ട് സ്വന്തം കഴിവുകളെ ഉപയോഗിച്ച് പ്രതിബന്ധങ്ങളെ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോ അവരുടെ ഭാഗ്യം വന്നാൽ ചിലപ്പോൾ അവർ വിജയിക്കും, ചിലപ്പോൾ അവര് മിക്കവാറും തോക്കുക തന്നെയാണ് പതി. കാരണം അവർക്ക് ഒരു ഹയർ
ഇന്റർവെൻഷൻ, അതായത് മേലിൽ നിന്നുള്ള ഒരു ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് എത്രത്തോളമാണ് ആ ജീവാത്മാവിന് ചെയ്യാൻ പറ്റുക? അയാളുടെ കർമ്മം അനുസരിച്ച് എന്താണോ വരാനുള്ളത് അത് വരും. ഇനി ആസ്തികർ എന്താ ചെയ്യുകയാണ്? അതേ പ്രതിബന്ധങ്ങൾ വരുമ്പോ അവർ ഈശ്വരനെ ശരണം പ്രാപിക്കും. ഈശ്വരനെ ശരണം പ്രാപിച്ചിട്ട് ഈശ്വരദത്തമായ കഴിവുകൾ ഉപയോഗിച്ച് ഭക്തി പുരസരം എന്ത് ചെയ്യും? പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആസ്തികർക്കും നാസ്തികർക്കും ഈശ്വരദത്തമായ കഴിവുകൾ തന്നെയാണ്. നാസ്തികർ പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല. എല്ലാം എന്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് നാസ്തികരുടെ വിശ്വാസം. അവര് സ്വന്തം അഹങ്കാരം കൊണ്ട് ഞാൻ ഇത് ശരിയാക്കും എന്ന് പറഞ്ഞു പോയാൽ കർമ്മം അനുസരിച്ച് ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. ചിലര് പറഞ്ഞു ചിലവരുടേത് ശരിയാകും, ചിലവരുടേത് ശരിയാവില്ല. പക്ഷെ ആസ്തികർ എന്ന ആരാണ്? ഭക്തന്മാര്. അവർക്ക് പ്രയോറിറ്റി ഭഗവാനാണ്. എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും എന്ത് ചെയ്യും? ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് ഭഗവാൻ ഇതിൽ നിന്നും എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് കഴിവുകെട്ടവരാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. അവര് വെറുതെ ഇരിക്കുകയല്ല. എന്താണ് ചെയ്യുന്നത്? ആ കഴിവുകൾ ദൈവദത്തമാണ് എന്ന് അറിയാം. ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കഴിവുകൾ എന്റേതല്ല, അതെനിക്ക് ഭഗവാൻ തന്ന കഴിവുകളാണ് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ആസ്തികർക്ക്, ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കഴിവുകൾ ഉപയോഗിച്ച് ധർമ്മത്തിനനുസൃതമായിട്ട് ഭക്തി പുരസരം എങ്ങനെ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാമെന്ന് അവർ ശ്രമിക്കും. അങ്ങനെ അവർ വിജയിയാവുകയും ചെയ്യും. ഈ ക്ലാസിന്റെ അവസാനം നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് വഴിയാണ് സ്വീകരിക്കുന്നത്? നമ്മൾ സ്വീകരിക്കുന്നത് ദുര്യോധനന്റെ വഴിയാണോ? മെറ്റീരിയലിസ്റ്റിക്, പൊളിറ്റിക്കലി മാനുവറിങ്, ഈ വഴിയാണോ സ്വീകരിക്കുന്നത്? അർജുനന്റെ വഴിയാണോ സ്വീകരിക്കുന്നത്? എന്താണ് ഡിവോഷണൽ, കോൺഫിഡന്റ്, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വഴിയാണോ സ്വീകരിക്കുന്നത്? ഈ വഴിയിൽ കൂടി പോയാൽ നിരാശയായിരിക്കും ഫലം. ഈ വഴിയിൽ കൂടി പോയാൽ ഒരു നിരാശയ്ക്കും ഭയമില്ല. എത്ര യോഗേശ്വരോ കൃഷ്ണ, എത്ര പാർത്ഥോ ധനുർധര, തത്ര ശ്രീ വിജയോർഭൂതിർ ധ്രുവാനീതിർ മതിർമമ. അപ്പോ ഈ ഒരു ശ്ലോകം സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത് എന്ന ശ്ലോകത്തിൽ നിന്നും മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ കമന്റ്സോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും അതിനകത്ത് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു തരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഓപ്പൺ ചെയ്യാം. ഹരേ കൃഷ്ണ. 5 മിനിറ്റ് സമയം കൂടി ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആവാം. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ? വളരെ നന്നായിരുന്നു മാജി. ഗംഭീര ക്ലാസ്. സോഷ്യൽ ഗംഭീരമായ ക്ലാസ്. എപ്പോഴും മാജിയുടെ ക്ലാസ്. പിന്നെ പ്രഭു എന്നെ കൊണ്ട് പഠിപ്പിച്ചേ മതിയാകൂ എന്നുള്ള പരിപാടിയായിരുന്നു. വായിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ഒരൊറ്റ കാലിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഭഗവത്ഗീതയും പ്രിപ്പയർ ചെയ്യുന്നു, ചൈതന്യ ചരിതാമൃതം പ്രിപ്പയർ ചെയ്യുന്നു, ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. സന്തോഷം മാജി. മാതാജിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മാതാജി ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. നല്ല ക്ലാസ്, നല്ല രീതിയിൽ മാജി റെഫർ ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. നല്ല ഭക്തിയോടുകൂടി മാജി പറഞ്ഞിരുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ദയവായി മുന്നോട്ട് വന്നാലേ മാജി. വളരെ നന്ദി. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും റിയലൈസേഷൻ പറയാനുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ? നമ്മുടെ സമയം 8 മണി വരെയാണോ മാതാജി? 7:45 മാജി. ആണോ? അപ്പൊ പിന്നെ കഴിഞ്ഞല്ലോ. ഇത് ഓക്കെയാണ് മാജി, പ്രശ്നമല്ല. മാതാജി ഹരേ കൃഷ്ണ. ആസ് യൂഷ്വൽ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. കേട്ടിരിക്കാൻ നല്ല രസമാ. മാതാജി എന്നാ എടുക്കുന്നത്? എനിക്ക് ആ ക്ലാസ് ആണ് കേൾക്കുന്നത്. എന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു. ഭാഗവതത്തിൽ ഒരു ക്ലാസ് കഴിഞ്ഞു. ഭാഗവതത്തിന്റെ ക്ലാസ് കഴിഞ്ഞു മാജി. എന്നെ സ്ലോട്ടില്ലേ?
ഭഗവത്ഗീതയ്ക്ക് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ ഗൗരപ്രിയ മാജിയെ. ഗൗരംഗ. Thank you, ഹരിബോൾ. Mother. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. കൺക്ലൂഡ് ചെയ്യാം മാതാജി. ഓക്കെ മാജി. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.